നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി മീൻ തലക്കറിയാണ് വെക്കാനായി പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കേരയുടെ തലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷാപ്പ് മോഡലിൽ മീൻ തലക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ മീനിൻ്റെ തലയൊന്ന് അറുത്തു മാറ്റി വൃത്തിയാക്കിയെടുക്കാം. 7 കിലോയോടടുപ്പിച്ച് തൂക്കമുള്ള ഒരു കേരമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലയെടുത്ത് നല്ലൊരു അടിപൊളി ഷാപ്പ് മോഡൽ തലക്കറിയും വെക്കാം. ബാക്കി കഷ്ണങ്ങളെടുത്ത് നമുക്ക് മീൻ മുളകിട്ടതും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മീനിൻ്റെ തല വെട്ടി മാറ്റി നല്ലപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് മീൻ തലക്കറി ഉണ്ടാക്കാം. മീനിൻ്റെ തലയൊക്കെ നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇനി നമുക്ക് മീൻകറി വെക്കുന്നതിന് ആവശ്യമായ ഒരു മസാല നമുക്കുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ മീൻ തലക്കറിക്കൊക്കെ അത്യാവശ്യം നല്ല എരിവ് വേണം. അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച പെരിഞ്ചീരപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ പൊടികളുടെ അകത്തേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കുഴമ്പ് രൂപത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതേപോലെ ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ പൊടികളുടെ എല്ലാം പച്ച മണം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. മീൻ കറി വെക്കുന്നതിന് ഒരു കറിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചട്ടി ഇതേ കൂട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി എണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ കടുകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഇതിൻ്റെ അകത്തേക്ക് ഒരുപാട് വെളുത്തുള്ളിയും ഇഞ്ചിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 5 പച്ചമുളക് നെടുക കയറിയത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉണ്ടപ്പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉണ്ടപ്പച്ചമുളകാകുമ്പോൾ അത്യാവശ്യം നല്ല എരിവും കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 5 കഷ്ണം കുടംപുളി കുതിർത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടംപുളിയും ഇതേ കൂട്ട് എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അന്നേരം പുളി നന്നായിട്ട് ഇറങ്ങും കറിക്ക്. അത് നല്ലൊരു രുചി നൽകുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഉള്ളിയായിട്ടൊക്കെ ഇളക്കി യോജിപ്പിക്കുക. ഒരു 3 മിനിറ്റ് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയ തീയിൽ. മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കുടംപുളി കുതിർത്തി വെച്ചിരുന്നേച്ച വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഈ ചാറൊന്ന് തിളപ്പിച്ച് എടുക്കാം. ചാറ് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന തല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ മറു സൈഡിലേക്കൊന്ന് മറിച്ചിടാം. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ തലയുടെ 2 വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി മീൻ കറിക്ക് നല്ലൊരു രുചി കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ലാത്തവർക്ക് കായക്കട്ടയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ കടുക് വറുത്ത സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ചട്ടി ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കറിക്ക് നല്ലൊരു രുചിയും വാസനയും കിട്ടുന്നതിന് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാവുന്നതാണ്. മീനിൻ്റെ തലക്കറിയൊക്കെ നമ്മൾ അന്നേരം തന്നെ എടുക്കരുത്, പിറ്റേ ദിവസം എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മീനിൽ നല്ലപോലെ ഉപ്പും പുളിയെല്ലാം പിടിക്കും, അതീവ രുചി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ മീൻകറി വെച്ച് കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ മീൻകറി നമുക്ക് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ മീൻകറിയുടെ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.